പുതിയൊരു ബന്ധം പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചുകൊണ്ടല്ല രാജീവ് എന്നെ പെണ്ണ് കാണാൻ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. മറുപടി പറയണം രാജീവ്. ആർക്കായിരുന്നു നിർബന്ധം? അമ്മയ്ക്ക്. ഐ കാൻ ബിലീവ് ഇറ്റ്. നോക്ക് രാജീവ്, എന്റെ സാഹചര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് വീട്ടുകാർക്ക്, എന്റെ കണ്ടീഷൻസും. എന്നിട്ടും എന്നെ കല്യാണം കഴിപ്പിച്ച് ഒഴിവാക്കി വിടാൻ അവർ തിരക്ക് കൂട്ടിയെന്നേ എനിക്ക് മനസ്സിലാവും. യാമിനി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എടോ, മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാതെ ഒരു പുരുഷൻ തയ്യാറെടുത്ത വിവാഹത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ. മനസ്സിൽ അതുകൊണ്ടുണ്ടാക്കിയ മുറികളിൽ നിന്ന് ഇപ്പോഴും ചോര ഒലിക്കുന്നുണ്ട്. എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും ഉറക്കം വരാത്ത രാത്രികളിൽ തലയണ കെട്ടിപ്പിടിച്ച് കണ്ണീരായി അത് ഒഴുക്കി തീർക്കാനേ പറ്റൂ. വീണ്ടും അതുപോലൊരു ട്രോമയോ? ആലോചിക്കാൻ പോലും പറ്റില്ലത്. ഒരു വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ആരോടും പറയാനാവാതെ ഒരു പെണ്ണനുഭവിക്കുന്ന നരകമുണ്ടല്ലോ, ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ലത്. നമ്മൾ സ്വയം കുടിച്ചിറക്കണം. കൈക്ക് നമ്മയെന്ന് സ്വന്തം വീട്ടിൽ പരാതി പറഞ്ഞാലും മിണ്ടല്ലേ മോളേന്നാവും അവിടെ നിന്നുള്ള താക്കീത്. കഴുത്തിൽ താലി കിട്ടിയ പുരുഷനല്ലേ, ഒരു ആൺതുണയില്ലാതെ എങ്ങനെ ജീവിക്കും? വയ്യാതെ കിടന്നാൽ നിന്നെ ആര് നോക്കും? എന്നിങ്ങനെ ഒരു 100 ചോദ്യങ്ങൾ പിന്നാലെ വരും. ബാഗ് എടുത്ത് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിയവളായാലും ആ ചോദ്യങ്ങൾ അവളെ സ്വന്തം വീട്ടിൽ നിന്ന് കണ്ണീര് തുടച്ച് മടക്കി അയക്കും. ജീവിത അവസാനം വരെ ഒരു സാധാരണ പെണ്ണിനെ ഭേദിക്കാനാവില്ല ആ മതിൽ. അതിൽ നിന്നൊരിക്കൽ രക്ഷപ്പെടാൻ തല ഉയർത്തി നിന്ന് മറുചോദ്യം ചോദിക്കാൻ തന്റെ ഇടം കാട്ടിയവളാണ് ഞാൻ. പക്ഷേ അന്ന് അനുഭവിച്ച മാനസിക പീഡനം, കുറ്റപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ വിവരിക്കാനാവില്ല. അത് വിവരിച്ചാൽ പോലും ആർക്കും മനസ്സിലാവില്ല. അത് സ്വന്തം അച്ഛനമ്മമാര് പോലും കൂടെ നിന്നില്ല അന്ന്. ഇനിയും അത്തരമൊരു അവസ്ഥയിലേക്ക് പോകുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ രാജീവ്. കുറ്റം എന്റേത് മാത്രമാ? നോ നോ നോ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കുറ്റം രാജീവിൻ്റെതല്ല, ആ പെൺകുട്ടിയുടെ, രാജീവിന്റെ വൈഫിന്റെ ഭാഗ്യമാണത്. എന്താ കുട്ടിയുടെ പേര്? ശാരിക. ശാരിക? ആ പേരെവിടെയോ കേട്ട് നല്ല പരിചയം. ശരിയാ, ഞങ്ങൾക്കിടയിൽ ചില സൗന്ദര്യപ്രകടനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാത്തിനും കാരണക്കാരൻ ഞാൻ തന്നെ ആയിരുന്നു എന്ന് ഇപ്പോ മാറിയിരുന്ന് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ആദ്യം എൻ്റെ അമ്മ, അമ്മാവൻ, ഇവരൊക്കെ, അവരെ സംബന്ധിച്ച് നാട്ടു നടപ്പുള്ള അവരും അവരുടെ ചുറ്റുപാടും ശീലിച്ച ഒരമ്മായിയമ്മ പോലും മാത്രമായിരിക്കും അത്. പക്ഷേ ശാരികയുടെ മനസ്സിലത് ഏൽപ്പിച്ച പാടുകൾ നിസ്സാരമായിരുന്നില്ല. അമ്മയമ്മാവന് ഒഴിഞ്ഞു പോയിട്ടും എനിക്ക് നേരെ അത് ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. അടക്കി നിർത്താനും ശാന്തനാക്കാനും ബാധ്യതയുള്ള എൻ്റെ സംശയരോഗം കാര്യങ്ങളൊക്കെ ഇരട്ടി വഷളാക്കി. രണ്ടുപേരും 2 കരകളിലായി. പക്ഷെ ഒരു കുഴപ്പമുണ്ട് യാമിനി, ഇയാളെ പോലല്ല അയാള്. എല്ലാവരും ഉപേക്ഷിച്ചാലും യാമിനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം. എവിടെ പോയാലും ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള വിദ്യാഭ്യാസമുണ്ട്, ലോകപരിചയമുണ്ട്. പക്ഷെ അയാളുടെ അവസ്ഥ അതല്ല. ആകെ ഉണ്ടായിരുന്ന ഈ ഞാൻ എന്നെ കൂടെ നഷ്ടപ്പെട്ട വിഭ്രാന്തിയിൽ ഇപ്പൊ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക. പക്ഷെ എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. എല്ലാം ആറി തണുത്ത് അവസാനം ശാന്തമായിട്ടൊന്ന് ആലോചിക്കുമ്പോൾ എന്നെ കൂടെ നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ആ കുറ്റബോധം എന്നെ ജീവിതകാലം മുഴുവൻ വേട്ടയാടും. പ്രത്യേകിച്ച് വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു വീടിന്റെ കോണിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ആളാ ശാരിക. അയാളെ പിന്നാലെ നടന്ന് പ്രേമിച്ച് ഈ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഞാന്. വിവാഹം പോലും നിർബന്ധപൂർവ്വമായിരുന്നു എന്ന് പറയാം. അതില്ലായിരുന്നെങ്കിൽ
അയാൾക്ക് മറ്റൊരു ജീവിതമെങ്കിലും ഉണ്ടായേനെ. ഇതിപ്പോ ഞാൻ മാത്രമല്ലേ കുറ്റവാളി. കണ്ണീരും നിറഞ്ഞ രണ്ട് കണ്ണുകൾ എന്നെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കും യാമിനി. പഞ്ചാഗ്നി മധ്യത്തിലും ആ പാപത്തിന് പരിഹാരം ഉണ്ടാവില്ല. ഏത് ഗംഗയിൽ കൊണ്ട് ഒഴുക്കും ഞാൻ ആ പാപഭാരം? എനിക്ക് മനസ്സിലാവുന്നുണ്ട് രാജീവ്. സോറി, യാമിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ലായിരുന്നു ഞാൻ. ഏയ് ഇറ്റ്സ് ഓക്കെ. എല്ലാം ഇപ്പോഴെങ്കിലും തുറന്നു പറയാനുള്ള മനസ്സ് കാണിച്ചല്ലോ രാജീവ്. ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമ്മൾ 3 പേരും പെട്ടുപോയില്ലായിരുന്നോ? ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ? പിന്നെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്ന ഒരു പൈങ്കിളി നായികയൊന്നുമല്ല ഞാൻ. ജീവിതം എങ്ങനെയാണോ അത് അതുപോലെ അഭിമുഖീകരിക്കാം എന്നൊരു തീർച്ചയുണ്ട്. സോറി യാമിനി. യാമിനിക്ക് വേണ്ടി പിറന്ന ആള് ഇപ്പോഴീ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ കാത്തിരിപ്പുണ്ട്. എന്നെക്കാളും യോഗ്യനായിട്ടുള്ളൊരു ഭാഗ്യവാൻ. എന്തായാലും യാമിനിയുടെ പുരുഷൻ ഞാനല്ല. ശാരിക ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ പോലും അയാളുടെ ഓർമ്മകൾക്കൊപ്പം ജീവിച്ചോളാം ഞാൻ പറഞ്ഞില്ലേ രാജീവ്, ഇനി ഒരാൾ എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് ജീവിതത്തെ ഫേസ് ചെയ്യാൻ റെഡിയാ ഞാൻ. അത്രയ്ക്ക് കയ്പുണ്ട് ആദ്യ ജീവിതത്തിലെ ഓർമ്മകൾക്ക്. വൺസ് അഗൈൻ ഐ ആം സോറി. ഹേ, അങ്ങനെ സോറി ഒന്നും വേണ്ടടോ. ഇനി അതേപ്പറ്റി നമുക്കിടയിൽ സംസാരമൊന്നും വേണ്ട. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. ഇപ്പൊ തൽക്കാലം ഓരോ കപ്പ് കോഫി കുടിച്ച് പിരിയാം. ഒന്ന് ഉഷാറാവടോ. നമ്മുടെ ജീവിതത്തിലെ ചില വഴിത്തിരിവുകൾക്ക് സാക്ഷിയായത് ആ ഹോട്ടലല്ലേ? അവിടേക്ക് തന്നെ പോവാം. ശാരി, അത് നമ്മുടെ അമ്മ ഇങ്ങ് വന്നേ. വാ, വരാനല്ലേ പറഞ്ഞേ? ശ്യാമേ, നിക്ക്. എന്താ വല്യേച്ചി? ഇതെടുക്ക്. ഇതെന്തിനു വേണ്ടിയാ? നമ്മുടെ ശാലിനി സിവിൽ സർവീസ് പരീക്ഷ പാസ്സായില്ലേടി, അതിന്റെ സന്തോഷത്തിലാ. നമ്മൾ തമ്മിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മുടെ എല്ലാവരും സ്വപ്നമല്ലായിരുന്നോ? നിങ്ങൾ ഈ വീട് വിട്ടു പോയപ്പം എന്നെ കൂടെ ഒന്ന് വിളിക്കാതിരുന്നത് ഭയങ്കര മോശമായിപ്പോയി. നിങ്ങൾ എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? അമ്മ പോലും. എന്റെ തെറ്റാ വല്യേച്ചി. അമ്മയ്ക്ക് പറയണമെന്നുണ്ടായിരുന്നു, ഞാനതറിഞ്ഞത്. സാരമില്ല, എന്തായാലും പിന്നെ സന്തോഷിക്കാനുള്ള സമയല്ലേ. നീ ഈ ലഡു എടുക്ക്. ലഡു വേണ്ട ചേച്ചി. കുഞ്ഞിച്ചിക്ക് റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. സത്യമ്മ കുഞ്ഞിച്ചി ജോലിക്ക് വിടില്ല. അയ്യോ, അതെന്താ?
കളക്ടറായിട്ട് ജോലി കിട്ടിയിട്ട് പിടിയില്ലാന്നോ? സത്യാമ്മ അറിയാതെ പലതും ചെയ്തത് അവർക്ക് ഇഷ്ടമായില്ല. സത്യാമ്മയുടെ മകന് പെൺകുട്ടിയുടെ വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ലെന്ന്. അയ്യോ, എന്നിട്ട് സിവിൽ സർവീസ് സ്വപ്നം ഉപേക്ഷിക്കാന്ന് കുഞ്ഞിച്ച് സത്യാമ്മയ്ക്ക് സത്യം ചെയ്തു കൊടുത്തു. അതും അമ്മയുടെ മുമ്പിൽ വെച്ച്. ഓ, എന്താ വലിയേച്ചി? ഞാൻ അറിഞ്ഞടി, നിന്റെ കുഞ്ഞേച്ചിയുടെ കളക്ടർ സ്വപ്നം ബലൂൺ പോലെ പൊട്ടിയതും ജോലിക്ക് വിടില്ലാന്ന് സത്യഭാമ സത്യം ചെയ്ത് വാങ്ങിയതും എല്ലാം ഒക്കെ കുറുപ്പ് സാർ എന്നോട് പറഞ്ഞു. അത് ആഘോഷിക്കാൻ വേണ്ടി തന്നെയാടി ഞാൻ ദേ ഈ മധുരമായിട്ട് നിന്നതേ. മനസ്സിലായോ? തൃപ്തിയായിടി, എനിക്ക് തൃപ്തിയായി. ആ, എന്തായിരുന്നു അവളുടെ ഒരു അഹങ്കാരം? ആ, സത്യഭാമയുടെ മകന്റെ താലി കഴുത്തില്, ഒപ്പം ബോണസ് ആയിട്ട് കളക്ടർ ജോലി. അശോ, കൊമ്പത്തേക്കങ്ങ് പറക്കുമല്ലായിരുന്നോ? ഇപ്പം ഒടിഞ്ഞു കുത്തി താഴെ വീണില്ലേടി. ഡൽഹിയിൽ ഇന്റർവ്യൂ, മസൂറിൽ ട്രെയിനിങ്, പിന്നെ കളക്ടറുമായിട്ടുള്ള നിയമനം. എന്തൊക്കെയായിരുന്നു. എനിക്കിതിന് മധുരം കൂടുവടി. അവളുടെ പഠിപ്പിന് വേണ്ടിയാ ഞാൻ എന്റെ പഠിപ്പ് നിർത്തി എന്റെ ജീവിതം തൊലച്ചത്. അവള് രക്ഷപ്പെട്ടാ ഈ വീട് മൊത്തം രക്ഷപ്പെടല്ലോ എന്ന് ഞാൻ കരുതി. ആ, അതില് വലിയ തെറ്റൊന്നുമില്ല. ഇപ്പോഴും വീട് രക്ഷപ്പെടും. പക്ഷേ ശാരിക ആ വീടിന് പുറത്താ, തെരുവില്, വെറും കൈയോടെ. അവള് കളക്ടർ ബേഷ്കാരി. ആ, ഇപ്പൊ അവള് പഠിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല ആയില്ലേടി. പഠിക്കാത്ത ഞാനും പഠിച്ച സിവിൽ സർവീസ് വരെ പാസ്സായ അവളും സമാസമം. രണ്ടാൾക്കും ഒരേ തൊഴിൽ. ഞാൻ കുടുംബശ്രീ ഹോട്ടലിൽ തീയൂതുമ്പം അവള് സത്യഭാമയുടെ വീട്ടിൽ തീയൂതും. അത്രേ ഉള്ളൂ വ്യത്യാസം. ആ, പിന്നെ ഒരു വ്യത്യാസം കൂടിയുണ്ട്. ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് വരുമാനമുണ്ട്, പക്ഷേ അവക്കതുമില്ല. ഇതൊന്നും അവളെ കൊണ്ട് താങ്ങാൻ പറ്റില്ലടി. കുഞ്ഞായിരിക്കുമ്പോഴേ കളക്ടർ സ്വപ്നം ചങ്കിനകത്തിട്ടടച്ച് ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ വളർത്തിയതാ അവള്. ആ പക്ഷിക്കുഞ്ഞ് ചിറക് മുളച്ച് പറക്കാൻ വേണ്ടി ചിറക് വിടർത്തുമ്പോ ഒരു സത്യഭാമ വന്ന് അതിന്റെ കഴുത്ത് ഞെരിച്ചു കളഞ്ഞ അവളെ കൊണ്ട് അത് താങ്ങാൻ പറ്റൂടി? ആ, പറ്റില്ല, ഒട്ടും പറ്റില്ല. ശ്വാസം മുട്ടി പോകും അവൾക്ക്. അതിന്റെ പേരിൽ 1, 2 പറഞ്ഞ് അവളും വിഷ്ണുവും തമ്മിൽ വഴക്കാകും. സത്യഭാമ അവളെ അടിച്ച് വീടിന് പുറത്താക്കും. പിന്നെ അവൾ എങ്ങോട്ടാടി പോവാ? ആ, ദേ ഇവിടേക്ക്, ശാരദാമ്മയുടെ വീട്ടിലേക്ക്. എന്നെ പോലെ കണ്ണീരും കൈയുമായിട്ട് ഇവിടെ കയറി വരും. പിന്നെ അവളും ഞാനും തമ്മിൽ എന്താടി വ്യത്യാസം? അത് കാണാൻ വേണ്ടിയാടി ശാരിക ഇപ്പൊ ജീവിക്കുന്നത്. അവളുടെ ജീവിതം ഈ കുടുംബശ്രീ വീടിന്റെ തറയില് ചില്ല് ഭരണി പോലെ വീണ് തകർന്ന് ചിതറുന്നത് എനിക്ക് കാണണം. ആളുടെ കണ്ണ് മൂടിപ്പോയി. പക്ഷെ മൂടിപ്പോയ കണ്ണിനുള്ളിൽ
പണ്ട് നമ്മുടെ അമ്മയെ നമ്മൾ 3 മക്കളും ഒന്നിച്ച് കണ്ട സ്വപ്നങ്ങളുണ്ടെന്ന് വല്യച്ച് മറന്നു. ഇപ്പൊ പൊട്ടി തകർന്ന് വീണത് ആ കൂട്ടത്തിലൊരു സ്വപ്നമാ. അത് തകർന്നു വീഴുമ്പോ വേദനിച്ചില്ലെങ്കിലും ഒന്ന് സന്തോഷിക്കാതെങ്കിലും ഇരുന്നൂടെ? പക്ഷെ നിങ്ങളെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. പിശാചിന്റെ കോട്ടയായിപ്പോ നിങ്ങളുടെ മനസ്സ്. അവനവൻ നശിച്ചാലും വേണ്ടില്ല, മറ്റുള്ളവരുടെ തകർച്ച കാണണമെന്നുള്ള പിശാചിന്റെ മനസ്സ്. ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല ശാരികേച്ചി. ഒന്ന് പോയ അവിടുന്ന്. വലിയച്ചെന്നുള്ള ബഹുമാനം ഒന്നും ഇനി ഉണ്ടാവുമെന്ന് കരുതണ്ട. അമ്മയും കൂടി ഇറക്കി വിട്ട് വല്ലാതങ്ങ് പറന്നു. ഇനി മുകളിലേക്ക് കയറി പോകാന്ന് കരുതണ്ട. ചിറക് കരിഞ്ഞ് താഴേക്ക് വീഴാൻ പോവാ നിങ്ങള്. അന്ന് നിലത്ത് കടന്ന് പുഴുവരിക്കുമ്പോ ഒന്ന് കൈ പിടിച്ച് കര കയറ്റാൻ അമ്മയും കൂടപ്പറപ്പുകളും മാത്രമേ കാണൂ. അതിനെ അധികം വൈകില്ല. എന്താ ശാരദാമ്മേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനെന്തിനായി മുഖവുര? ശാരദാമ്മയ്ക്ക് പറയാലോ. യാമിനിയുടെ കല്യാണക്കാര്യം എന്തായി? അതിപ്പോ 2 കൂട്ടുകാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായല്ലോ. കുട്ടികൾക്കും വിയോജിപ്പൊന്നുമില്ല. എത്രയും പെട്ടെന്ന് അതങ്ങ് നടത്താവുന്ന. അപ്പം രാജീവ് സാറിന്റെ ഡൈവോഴ്സിന്റെ കാര്യം? ഇന്നത്തെ കാലത്ത് ഡിവോഴ്സ് ഒന്നും വലിയ പ്രശ്നമല്ല ശാരദാമ്മേ. കല്യാണം കഴിക്കാതെ ആണും പെണ്ണും ഒന്നിച്ച് താമസിക്കുന്ന കാലമല്ലേ ഇത്. ഇനി കല്യാണം കഴിഞ്ഞ് അവർ വേറെ ബന്ധത്തിന് പോയാലും ആണിനോ പെണ്ണിനോ പരാതിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലത്രേ. ചുരുക്കി പറഞ്ഞാൽ എന്തും നടക്കാവുന്ന കാലം. പിന്നെയാണോ പരസ്പരം ഇഷ്ടപ്പെടുന്നവർ ഒന്നിച്ച് ജീവിക്കുന്നതിനുള്ള തടസ്സം? പിന്നെ രാജീവ് പറഞ്ഞതനുസരിച്ച് ആ പെണ്ണിന്റെ വീട്ടുകാർ കേസിനൊന്നും പോകാൻ സാധ്യതയില്ല. ആ പെണ്ണിന്റെ അച്ഛനും അവളുടെ അമ്മയെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിന് പോയ ആളാണ്. ഇതുവരെ നിയമപരമായ ആദ്യത്തെ ബന്ധം പിരിഞ്ഞിട്ടുമില്ല. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അമ്മയുടെ വിധി തന്നെയാണെന്ന് മോളും അങ്ങ് സമാധാനിച്ചോളും. എന്റെ ദേവി. ശാരദമ്മേ, ശാരദമ്മേ. ശാരദമ്മേ, ശാരദമ്മേ, കാര്യം എന്താണെന്ന് വെച്ചാ പറയൂ. എന്താ, എന്തു പറ്റി? ആ ഗതികെട്ട അമ്മ ഞാനാ. അമ്മയുടെ വിധി തന്നെ സമാധാനിക്കുന്ന മോള് എന്റെ ശാരികയും. ശാരദമ്മേ, ശാരദമ്മേ,
എന്താ പറയേണ്ടതെന്ന് എനിക്ക് നിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. മാറങ്ങോട്ട്. ചിന്നമേട് വെച്ച് കൂടെ പൊറപ്പിക്കാന്ന് പറയടോ. അതല്ലെങ്കിൽ കെട്ടിയോനില്ലാതെ ജീവിക്കുന്നല്ലേ, കൂടെ പോയി പൊറുക്ക. നീ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്. മനസ്സിലായടോ, എല്ലാം മനസ്സിലായി. ഇവളെ പോലെ ഒരുത്തിയെ ഞാൻ അറിയാതെ ഇവിടെ ജോലിക്ക് നിർത്തിയെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. ഇപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു.